അടുത്ത കാലത്തായി സ്റ്റെപ്പ് കയറുമ്പോൾ വേദന, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വേദന, കുറച്ച് നടന്നാൽ തന്നെ മുട്ടുവേദന ഉണ്ടാകുക, ഇതെല്ലാം മുട്ട് തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളാവാം. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ഡോക്ടർ സമദ്, പെയിൻ കൺസൾട്ടൻറ്റ്, കോട്ടക്സ് പെയിൻ കെയർ, കോട്ടക്കൽ. എന്താണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ മുട്ട് തേയ്മാനം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ മുട്ട് അഥവാ നീ ജോയിൻ്റ് എന്നാൽ രണ്ട് എല്ലുകൾക്കിടയിൽ വരുന്ന മെയിൻ ജോയിൻ്റാണ് നമ്മുടെ കാലിൽ. അതിൻ്റെ ഇടയിൽ വരുന്ന മെയിൻ കുഷൻ പോലെയുള്ളൊരു വസ്തുവാണ് കാർട്ടിലേജ് അഥവാ നീ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഈ നീ കാർട്ടിലേജിൻ്റെ പ്രധാന റോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും എല്ലാം ഉണ്ടാകുന്ന പവർ അതിനെ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഒരു കുഷൻ എഫക്റ്റ് നമ്മുടെ മുട്ടിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ നീ ജോയിൻറ്റിൻ്റെ പ്രധാന ജോലി. ഈ മുട്ടുവേദന വരാൻ അഥവാ ഈ നീ ജോയിൻറ്റിൽ ദ്രവീകരണം സംഭവിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാരണമാണ് പ്രായാധിക്യം കൊണ്ടുവരുന്ന ദ്രവീകരണം, ഈ കാർട്ടിലേജ് ദ്രവിച്ചു പോവുക എന്നുള്ളത്. മറ്റ് കാരണങ്ങളാണ് ഒബിസിറ്റി, അമിതവണ്ണം, വെയിറ്റ് കൂടുമ്പോൾ ഈ ജോയിൻറ്റിൽ പ്രഷർ കൂടുകയും ദ്രവീകരണം സംഭവിക്കുകയും ചെയ്യാം. ഷുഗർ, ഹൈപ്പോതൈറോയിഡിസം പോലെയുള്ള മെറ്റബോളിക് സിൻഡ്രോം കൊണ്ടും ഇത്തരം ജോയിൻറ്റ് ദ്രവീകരണങ്ങൾ സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ മെയിൻ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ മുട്ട് ജോയിൻറ്റ് കാർട്ടിലേജ് തേയ്മാനം വരുമ്പോൾ ഇതിൻ്റെ എല്ലുകൾ തമ്മിൽ ഉള്ള അകലം കുറയുകയും അതിന് കാരണം അവിടെ നീര് വരികയും ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴെല്ലാം നമുക്ക് വേദന അനുഭവപ്പെടുന്നതാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുകയെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ എക്സ്റേ എടുത്ത് നമ്മൾ നിന്നുകൊണ്ട്, സ്റ്റാൻഡിങ് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ആ രണ്ട് എല്ലുകൾക്കിടയിലുള്ള ദൂരം കുറഞ്ഞിട്ടുണ്ടാവും. അതിനുള്ള ഗ്രേഡിങ് വെച്ച്, യൂഷ്വലി അത് 1 മുതൽ 4 വരെയുള്ള ഗ്രേഡിങ് വെച്ചാണ് നമ്മൾ അളക്കുന്നത്. അതിലുള്ള ഗ്രേഡിങ് വെച്ച് 1 മുതൽ 3 വരെയാണെങ്കിൽ അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന ഗ്രേഡിംഗ് ആണ്. അഥവാ 4ാമത്തെ ഗ്രേഡാണെങ്കിൽ അത് വേദന കൂടാനും അത് ചിലപ്പോൾ സർജറി വരെ ആവശ്യമായി വന്നേക്കാം. ഇനി നമുക്ക് എന്തെല്ലാം ചികിത്സാ രീതികൾക്കാണ് മുട്ടുവേദനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. സാധാരണ രീതിയിൽ നമ്മൾ പെയിൻ കില്ലർ വളരെ കുറച്ച് കാലത്തിന് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം കൂടുതൽ കാലം പെയിൻ കില്ലർ കഴിക്കുമ്പോൾ കിഡ്നി, ലിവർ പോലെയുള്ള ഓർഗനുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നതാണ്. പെയിൻ കില്ലർ കഴിക്കാം, ഫിസിയോതെറാപ്പി ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ പുതുതായി വന്ന ഒരു ചികിത്സാ രീതിയാണ് റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. റീജനറേറ്റീവ് തെറാപ്പിയിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് PRP, അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. നമ്മുടെ തന്നെ ബ്ലഡ് എടുത്ത് അതിന് പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ വേർതിരിച്ച്, മെഷീൻ വഴി വേർതിരിച്ച് അത് ഡയറക്റ്റായിട്ട് ആ ദ്രവീകരിച്ച് കിടക്കുന്ന കാർട്ടിലേജിൻ്റെ അങ്ങോട്ട് നമ്മൾ ഇഞ്ചക്ഷൻ വഴി കൊടുക്കും. അതൊരു പാച്ച് വർക്ക് പോലെ ആ കാർട്ടിലേജ് റീഗ്രോത്ത്, അതായത് അതൊരു കാർട്ടിലേജ് രണ്ടാമത് റീഗ്രോത്ത് പോലെ കട്ടി വെക്കുന്നതാണ് പഠനം തെളിയിക്കുന്നത്. ഇത്തരം ഇഞ്ചക്ഷനുകൾ സാധാരണ 3 ഇഞ്ചക്ഷനുകൾ, അത് ഓരോ മാസം ഇടവിട്ട് 3 ഇഞ്ചക്ഷനുകൾ ചെയ്താൽ 1 മുതൽ 3 വരെ ഗ്രേഡിംഗ് ഉള്ള മുട്ട് തേയ്മാനത്തിൽ വളരെ അധികം വ്യത്യാസം കാണാറുണ്ട്. 1 മുതൽ 3 വരെ ഗ്രേഡുള്ള, അതായത് അധികം 2 എല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാത്ത രീതിയിൽ ദ്രവീകരിച്ചിരിക്കുന്ന ഗ്രേഡുള്ള മുട്ട് തേയ്മാനത്തിന് PRP എന്നുള്ള ചികിത്സാ രീതി വളരെ ഫലപ്രദമായി കാണാറുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നിങ്ങളുടെ തന്നെ ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് പ്ലാസ്മ വേർതിരിച്ച് നേരിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് വഴി വേറെ സൈഡ് എഫക്റ്റ് ഇല്ല. നമ്മളെ ബോഡി തന്നെ അത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ അസുഖങ്ങളുള്ളവർക്ക്, മറ്റ് ഹൃദയരോഗങ്ങളുള്ളവർക്ക്, ഷുഗർ, പ്രഷർ ഉള്ളവർക്ക്, പ്രായമായവർക്ക് എല്ലാവർക്കും ഈ ചികിത്സാ രീതി വളരെ ഫലപ്രദമാണ്. പ്രത്യേകിച്ചും ഈ പ്രായം കുറഞ്ഞ ആളുകൾക്ക് വരുന്ന മുട്ട് തേയ്മാനം, 50 വയസ്സിന് താഴെ ഉള്ള ആളുകൾക്ക് വരുന്ന മുട്ട് തേയ്മാനത്തിൽ വളരെ അധികം ഫലപ്രദമായ രീതിയാണ് PRP അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി എന്ന് പറയുന്നത്. ഈ PRP ചെയ്ത് ഉടനെ വേദന മാറത്തില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് 1-2 ആഴ്ചകൾക്ക് ശേഷം വേദന കുറഞ്ഞ് ക്രമേണ പൂർണ്ണമായിട്ടും വേദനരഹിതമാകുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് ഈ നമ്മളെ മുട്ട്
സപ്പോർട്ട് ചെയ്യുന്ന മസിലുകൾക്കുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് എല്ലാം ചെയ്താൽ പൂർണ്ണമായിട്ടും വേദന മാറുന്നതാണ്. സോ മുട്ടുവേദനയ്ക്കുള്ള PRP ചികിത്സാ രീതി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് വേദനയുണ്ട്, അതിൻ്റെ എക്സ്റേ എടുത്ത് നമ്മൾ അതിൻ്റെ ഗ്രേഡിങ് ചെയ്ത് അത് 4-ന് താഴെയുള്ള, അതായത് 1 മുതൽ 3 വരെയുള്ള ഗ്രേഡിംഗ് ആണെങ്കിൽ അത് മനസ്സിലാക്കി നമ്മൾ സാധാരണ രീതിയിൽ ലാബുകളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ തന്നെ ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് സെൻട്രിഫ്യൂജ് മെഷീനിൽ റൊട്ടേറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്ലാസ്മ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ പ്ലാസ്മയിൽ നിന്ന് വളരെ ചുരുങ്ങിയ തിക്ക് ലെയർ ഓഫ് PRP എടുത്തിട്ട് നേരിട്ട് മുട്ടിൻ്റെ ഉള്ളിലോട്ട് ഇഞ്ചക്ഷൻ വഴി അത് നേരിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ അൾട്രാസൗണ്ട് മെഷീൻ വെച്ച് ആ ജോയിൻ്റ് എവിടെയാണ് കണ്ടുപിടിച്ച് ഏത് ഭാഗത്താണ് കൂടുതൽ ദ്രവീകരണം സംഭവിച്ചിരിക്കുന്നത്, ഏത് ഭാഗത്താണ് കൂടുതൽ ഡാമേജ് ഉള്ളത്, അങ്ങോട്ട് നേരിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതുമായി തന്നെ ആ കാർട്ടിലേജ് റിപ്പയർ വളരെ എളുപ്പത്തിൽ നടക്കാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. ഇതിൻ്റെ ശേഷം നമ്മൾ 1 മാസത്തിൻ്റെ ശേഷം വീണ്ടും സെക്കൻഡ് PRP, അത് കഴിഞ്ഞിട്ട് തേർഡ് PRP, 1 മാസം കൂടി കഴിഞ്ഞ് തേർഡ് PRP, ഇങ്ങനെ മൊത്തം 3 PRPകൾ മിനിമം ചെയ്താൽ കാർട്ടിലേജിൻ്റെ സംബന്ധമായിട്ടുള്ള വേദന വളരെ അധികം സുഖപ്പെടുന്നതാണ്. ഈ PRP കൊണ്ട് വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ വെച്ചാൽ സാധാരണ രീതിയിൽ ഒരു സൈഡ് എഫക്റ്റും വരാറില്ല. കാരണം PRP എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലഡ് തന്നെ എടുത്തിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ അതിൻ്റെ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് വഴി അതിൻ്റെ മജ്ജ, അതായത് പ്ലാസ്മ നമ്മുടെ ശരീരത്തിൽ തന്നെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സൈഡ് എഫക്റ്റുകളും ഒന്നും അതിന് കാണാറില്ല. PRP ചെയ്ത് സാധാരണ രീതിയിൽ 1-2 മാസങ്ങൾക്ക് ശേഷം വേദനകൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ വേദനകൾ ഒറ്റയടിക്ക് കുറഞ്ഞു വരത്തില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം എന്താണെന്ന് വെച്ചാൽ PRP ചെയ്യുമ്പോൾ നമ്മൾ പെയിൻ കില്ലറുകളോ മറ്റ് ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ഡ്രഗുകളൊന്നും അധികം ഡോസിൽ എടുക്കാൻ പാടില്ല. നമ്മൾക്ക് ആദ്യം 2-3 ദിവസങ്ങളിൽ ചെറിയ വേദനയും കടച്ചിലും ഉണ്ടാവും. അതിന് നമുക്ക് ഐസ് പാക്ക് വെക്കാം, അല്ലെങ്കിൽ ചെറിയ പാരസെറ്റമോൾ ടാബ്ലറ്റെല്ലാം എടുത്തിട്ട് വേദന കുറക്കാം. അതിൻ്റെ ശേഷം നമ്മൾ എക്സസൈസ് എല്ലാം ചെയ്തിട്ട് നമ്മൾ നീ ജോയിൻ്റ് സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യാറ്. ഈ PRP എങ്ങനെ, അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാം. ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ വന്നാണെങ്കിൽ നമ്മൾ ലാബിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന പോലെ ഒരു യൂഷ്വലി 40 മുതൽ 80 ml ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അത് ഒരു മെഷീനിൽ, പ്രത്യേകം തയ്യാറാക്കിയ മെഷീനിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ പ്ലാസ്മ, അതായത് മജ്ജ പാർട്ട് മാത്രം, അതായത് ഏറ്റവും കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സ് അടിഞ്ഞുകൂടിയിരിക്കുന്ന പാർട്ട് മാത്രം വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ മുട്ട്, തേയ്മാനമുള്ള മുട്ടിൽ നമ്മൾ സ്കാൻ ചെയ്ത് ഏത് ഭാഗത്താണോ ദ്രവീകരണം ഉള്ളത് ആ ജോയിൻറ്റിൻ്റെ ഉള്ളിലോട്ട്, മുട്ട് ജോയിൻറ്റിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ആ പ്ലാസ്മ കുത്തിവെക്കുന്നത് വഴി കറക്റ്റായിട്ട്, അതായത് ദ്രവീകരണം ഉള്ള ഭാഗത്ത് അതിൻ്റെ റീജനറേഷൻ, അതായത് പാച്ച് വർക്ക് പോലെ അത് നടക്കുന്നതാണ്. ഈ PRP കൊണ്ട് വേറെ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. ആദ്യത്തെ ദിവസങ്ങളിൽ ചെറിയ കടച്ചിലും നീരും എല്ലാം വരാം. അത് നമ്മൾ സാധാരണ രീതിയിൽ നല്ല വേദനയുടെ പാരസെറ്റമോൾ എന്തായാലും കഴിക്കാം, വേറെ പെയിൻ കില്ലറൊന്നും കഴിക്കാൻ പാടില്ല. ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് എക്സസൈസ് എല്ലാം ചെയ്ത് മെല്ലെ സാധാരണ ജീവിതത്തിലോട്ട് നടക്കാവുന്നതാണ്. ഈ PRPയുടെ മറ്റൊരു വളരെ അധികം കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, PRP ചെയ്ത ഉടനെ വേദന മാറുമോ, മുട്ട് തേയ്മാനം പൂർണ്ണമായിട്ട് മാറുമോ? അങ്ങനെയല്ല. PRP ചെയ്ത ഉടനെ തേയ്മാനം മാറില്ല. യൂഷ്വലി 2-3 മാസത്തിൽ ആകുമ്പോഴേ മെല്ലെ മെല്ലെ, അതായത് ഇത് ബോഡിയിൽ നടക്കുന്ന ഒരു റിപ്പയർ പ്രക്രിയയാണ്. നമ്മൾ വേറെ മെഡിസിനൊന്നും കൊടുക്കുന്നില്ല, ഓപ്പറേഷനൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ തന്നെ ബ്ലഡിലെ പ്ലാസ്മ, അതായത് മജ്ജഭാഗം എടുത്തിട്ട് അത് കാർട്ടിലേജിൻ്റെ അടുത്ത് കൊടുക്കുന്നത് വഴി അവിടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന റിപ്പയർ പ്രക്രിയയാണ് ഈ PRP എന്ന് പറയുന്നത്. സോ അത് സമയമെടുക്കും. 1-2 മാസം എടുത്ത് മെല്ലെ മെല്ലെ വേദന കുറഞ്ഞിട്ട് തേയ്മാനത്തിൻ്റെ ഗ്രേഡിങ്ങും വരെ കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നുള്ള ഒരു റിസൾട്ടല്ല, നമുക്ക് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു റിസൾട്ടാണ് PRP വഴി നമ്മുടെ മുട്ടുകളിൽ അല്ലെങ്കിൽ മറ്റ് ജോയിൻറ്റുകളിൽ കിട്ടാറുള്ളത്. ഈ PRP സാധാരണ രീതിയിൽ 3 തവണ വരെ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മാസം ഇടവിട്ട് 3 തവണ ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട്.
3 തവണയെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു റിപ്പയർ ടൈം കറക്റ്റായി നമുക്ക് സാധാരണ കിട്ടുന്നത് കാണാറുള്ളൂ. അതുപോലെ തന്നെ PRP എന്ന് പറയുന്നത് നമുക്ക് ഏത് രോഗികൾക്കും നമുക്ക് സാധാരണ കൊടുക്കാൻ പറ്റും. ഷുഗർ കൂടുതലുള്ള രോഗികൾ ഒഴിച്ച്, അതായത് അൺകൺട്രോൾഡ് ഡയബറ്റീസ്, വളരെ അധികം ഷുഗർ കൺട്രോൾ ചെയ്യാത്ത ഷുഗർ ലെവലുള്ളവർക്ക് ഒഴിച്ച് ബാക്കി ഹൃദയരോഗങ്ങൾക്കുള്ളവർക്ക് കൊടുക്കാം, വയസ്സായവർക്ക് കൊടുക്കാം, കൊളസ്ട്രോള്, തൈറോയ്ഡ് ഇഷ്യൂ, ഇവർക്ക് എന്ത് രോഗങ്ങളുള്ളവർക്കാണെങ്കിലും നമുക്ക് PRP വളരെ സേഫായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന PRP ഇഞ്ചക്ഷൻ അത് നമ്മൾ ബ്ലൈൻഡായിട്ട്, അതായത് വെറുതെ കുത്തിവെക്കുകയല്ല, നമ്മൾ സ്കാൻ ചെയ്ത് ആ ജോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് എവിടെയാണ് ദ്രവീകരണമുള്ള ഏരിയ അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് നേരിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതായിട്ട് കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ എങ്ങോട്ടും അത് PRP അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പോകാതിരിക്കാനും വേറെ ഇൻഫെക്ഷൻ എല്ലാം വരാതിരിക്കാനെല്ലാം ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മുട്ട് തേയ്മാനം, ഇതിൻ്റെ അഥവാ ഓസ്റ്റിയോആർത്രൈറ്റിസ്, ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതുകൊണ്ട് ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, ഏതൊക്കെ വിധം ആളുകൾക്ക് ഇതാണ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്, അതിൻ്റെ ഗ്രേഡിങ് എങ്ങനെയാണ്, അതിൻ്റെ ഗ്രേഡിങ് ചെയ്താൽ അതിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്, അത് ചികിത്സാ രീതികളിൽ ഓപ്പറേഷൻ വേണ്ടത് എപ്പോഴാണ്, ഓപ്പറേഷൻ ആവശ്യമില്ലാതെ നമുക്ക് മറ്റ് ന്യൂനത മാർഗങ്ങളായ PRP ചികിത്സ വഴി മാറ്റപ്പെടാവുന്ന സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഡിസ്കസ് ചെയ്തതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് PRP അതിൻ്റെ അതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, അതിൻ്റെ പ്രവർത്തന ഫലങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ മറ്റ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നന്ദി, താങ്ക് യു.